Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 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 യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വന്ദനം. ഇന്ന് വീണ്ടും ദൈവം കർത്താവായ യേശു എനിക്കും നിങ്ങളെ ഈ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അതോ ആ ഇത്ര വലിയ മഹാൻ കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ നന്ദി പറയാ, സ്തുതിക്കുക ദൈവത്തിന്. ഇതൊരു വലിയ കാര്യമാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനും ദൈവവചനം കേൾക്കാൻ ദൈവം അനുവദിക്കുന്നത് ഒരു വലിയ ഒരു കൃപയാണ്. ആ കൃപ ഓർത്തുകൊണ്ട് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. എത്ര പേര് എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ, ദൈവമേ നിന്റെ ഇഷ്ടം എന്നയിൽ പൂർണ്ണമായിരിക്കട്ടെ. എത്ര പേര് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്? അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന പറഞ്ഞ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രേയർ? പ്രേയറിന്റെ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള സംസാരമാണ്, ഒരു കോൺവെർസേഷൻ ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നാം എപ്പോഴും ദൈവമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ആ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്നത്. ചിലർ പറയും ഞാൻ കുറെ വചനം കേൾക്കുന്നു, ഞാൻ കുറെ പ്രാർത്ഥിക്കുന്നു, ഞാൻ കുറെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഇതെല്ലാം ആവണം. പക്ഷെ അതിനേലും വലിയ കാര്യം നാം ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ദൈവമായിട്ടൊരു ഗാഢബന്ധം നമുക്കുണ്ടായിരിക്കണം. ദൈവമായിട്ടുള്ള സ്നേഹം നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ജീവിത രീതി നമ്മൾ ഉണ്ടായാലാണ് നമുക്ക് ആത്മീയതയിൽ വളരാൻ പറ്റുള്ളൂ. ഇന്ന് പലപ്പോഴും പല ആൾക്കാരും ഈ ആത്മീയയുടെ കുറവുകൾ ജീവിക്കുന്നത് എന്താണ്? അവർക്കുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇത് പറയുമ്പോ ഇന്നത്തെ ഈ ലോകത്തിൽ ഭയങ്കര ചിരിയായിട്ട് തോന്നും നമുക്ക്, ഈ യൂത്ത് ജനറേഷനും ബാക്കിയുള്ള എല്ലാവർക്കും. പക്ഷേ ഇത് സത്യമാണ്. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആത്മീയമായി വളരാൻ സാധിക്കില്ല. ഇന്നത്തെ വിഷയം, ഇന്നത്തെ ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, നല്ലവനായ ദൈവമേ, ശക്തനായ ദൈവം, എൻ്റെ യഹോവ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയുടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഇന്ന് തന്ന ഈ വലിയ അവസരത്തിന് കർത്താവേ, വീണ്ടും കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതി പറയുന്നു കർത്താവേ. ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾ കർത്താവേ, യേശുവേ എൻ്റെ എല്ലാ കർത്താവേ അങ്ങയുടെ ആയിരിക്കട്ടെ കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശു ഇന്ന് കേൾക്കുന്ന എല്ലാ വ്യക്തികളും എൻ്റെ നാമത്താൽ, എൻ്റെ രക്തത്താൽ, അഗ്നിയാൽ മുദ്ര പ്രാപിച്ചിരിക്കട്ടെ കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് വലിയ വിടുതലുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം അവരുടെ മേലുണ്ടായിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ഈ ദിവസം കർത്താവേ, എൻ്റെ ആത്മാവ് നിന്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നു കർത്താവേ. നിന്റെ ആത്മാവ് എൻ്റെ ആത്മാവായിട്ട് ചേർന്ന് നിൽക്കട്ടെ കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ നിന്ന് കേൾക്കുന്ന എല്ലാ വ്യക്തികളും നിന്റെ ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കട്ടെ യേശുവേ. എൻ്റെ പ്രാർത്ഥന നിന്റെ കരയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. കേട്ട ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതി പറയുന്നു പിതാവേ, നിന്റെ പ്രിയപുത്രന്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ വചനം ചിലപ്പോൾ എല്ലാവരും കേട്ട വചനമായിരിക്കാം, കേട്ടിട്ട് മനസ്സിലാക്കി അത് മറന്നുപോയിരിക്കാം, ചിലപ്പോ കേട്ടിണ്ടായിരിക്കില്ല. ഇന്ന് പറയാനുള്ള കാര്യം, ആരാണ് നമ്മുടെ ആത്മീയ പിതാവ്? ഹു ഈസ് അവർ സ്പിരിച്വൽ ഫാദർ? നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്, ശരിയാ, ആ പിതാവിൽ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഈ ഭൂമിയിൽ നമ്മളെല്ലാവർക്കും ഒരു സ്പിരിച്വൽ പിതാവിനെ തന്നിട്ടുണ്ട്. സ്പിരിച്വൽ ഫാദർ, സ്പിരിച്വൽ ഗുരു, അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡർ, ഇത് നമ്മൾ വ്യാഖ്യാനിക്കുക. ഈ സ്പിരിച്വൽ ഫാദർ ആരാണ്? ഇന്ന് ഈ സമൂഹത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്, പല ആൾക്കാർക്ക് അറിയില്ല എന്റെ സ്പിരിച്വൽ ഫാദർ ആരാണ്. ചില ആൾക്കാർ സ്പിരിച്വൽ ഫാദർ ഇന്നും തേടിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനസ്സിൽ ഇതുവരെ എനിക്കൊരു സ്പിരിച്വൽ ഫാദർ എനിക്ക് ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരു മനസ്സിൽ ഒരു തോന്നലുണ്ട്. അതിന്റെ എല്ലാ ഉത്തരം ഇന്ന് ഈ
ഇന്ന് ദൈവം തരുന്ന ഈ വചനത്തിൽ നമുക്കുണ്ട്. ആ വചനം ശ്രദ്ധിച്ചു കേൾക്കണം. ആ വചനം കേട്ടാൽ മാത്രം പോരാ, നമ്മൾ അത് പാലിച്ചിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഇന്ന് പല സഭകളും പല വ്യക്തി ജീവങ്ങളും പല കുടുംബങ്ങളും വളരാത്ത കാരണം ഈ ഒരു കുറവാണ് സ്പിരിച്വൽ ലീഡറിന്റെ, ആത്മീയ ഗുരു. ചില ആളുകളുടെ ജീവിതത്തിൽ ആത്മീയ ഗുരു കടന്നു വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് അറിയില്ല ഈ ആത്മീയ ഗുരുവിനെ എങ്ങനെയാണ് ഞാൻ സമീപിക്കേണ്ടത്, ഞാൻ അവരെ അപ്രോച്ച് ചെയ്യേണ്ടത്, അവരായിട്ട് പെരുമാറേണ്ടത്, അവരായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടത്. ഇതെല്ലാം ഇന്ന് ഈ അരമണിക്കൂർ നേരത്ത് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവവചനത്തിലാൽ ആത്മാൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. അപ്പൊ തിരിച്ചറിയണം ഇതെന്താണ് സംസാരിക്കാൻ പോണത്. അപ്പോ 1 കൊരിന്ത്യർ 4 അധ്യായം നമ്മൾ വചനം എടുത്ത് 15 വാക്യം. 1 Corinthians chapter 4 verse 15. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് you may have thousands of guardians, Christian guardians in your life, but there is only one Father. Who is your Father? Who gave birth to you, who has given Jesus Christ to you, who has given the good news to you. He or she is your spiritual father. അവരായിരിക്കും നിങ്ങളുടെ ആത്മീയ ഗുരു. ആരാണ്? നിങ്ങളെ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് തന്ന ആള്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആരാണ് എനിക്ക് യേശു ക്രിസ്തുവിനെ തന്നത്? ഇതിനു മുമ്പ് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് സുവിശേഷം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗുഡ് ന്യൂസ്? സുവിശേഷത്തിന്റെ അർത്ഥം എന്താണ്? ഇന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോ സുവിശേഷക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സുവിശേഷക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ സുവിശേഷം എന്താണ്? നിങ്ങളെ ആരെങ്കിലും പറയാൻ പറ്റുമോ സുവിശേഷം? ചേച്ചി ഒന്ന് പറഞ്ഞേ, സുവിശേഷം എന്താ? ദൈവത്തിന്റെ വചനം. പിന്നെ ആരാ? ചേച്ചി ഒന്ന് പറഞ്ഞേ, സുവിശേഷം എന്താ? ആരെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ സുവിശേഷം എന്താ? യെസ്, എന്താണ് സുവിശേഷം? സദ്വാർത്ത. ഇതിൽ പല വാക്കുകളുണ്ടെങ്കിലും ഇതിൽ വൺ ആൻഡ് സിമ്പിൾ വേർഡ് ആൻഡ് ദ ഗ്ലോറിയസ് വേർഡ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗുഡ് ന്യൂസ്. യേശു ക്രിസ്തുവാണ് സുവിശേഷം. യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് സുവിശേഷം. ഇന്ന് മാർക്കറ്റിൽ പല പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ സുവിശേഷം മാർക്കറ്റിൽ ഭയങ്കര കൂടുതലായിട്ട് അവൈലബിലിറ്റി ഉണ്ട്. നമ്മൾ ടി വി ചാനലിൽ നോക്കിയാലും അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവറിവെയർ ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് ദേർ. ബട്ട് ജീസസ് ക്രൈസ്റ്റ്, വേർ ഇസ് ജീസസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തു എവിടെ? വേർ ഇസ് ജീസസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് സാധിക്കാൻ പറ്റുന്നില്ല. We cannot give Jesus Christ to the life of the many people. നമുക്ക് യേശു ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കുന്നില്ല. പല ആൾക്കാരും വചനം പറയുന്നുണ്ട്, ഞാൻ വചനം പറയുന്നു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. But you have to give the Jesus Christ. ജീസസ് ക്രൈസ്റ്റ് ആണ്, യേശു ക്രിസ്തുവാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ ദൈവവചനം പറയുന്നു 1 കൊരിന്ത്യർ 4 അധ്യായത്തില്, ആരാണ് നിനക്ക് സുവിശേഷം നിങ്ങളുടെ അടുക്ക് എത്തിച്ചേ? അവരാണ് നിങ്ങളുടെ ആത്മീയ ഗുരു, അവരാണ് ആത്മീയ പിതാവ്, അവരാണ് നിങ്ങളുടെ ആത്മീയ ലീഡർ. ഇന്ന് പലപ്പോഴും പല ആൾക്കാരും എനിക്ക് ആത്മീയ ലീഡർ ഒന്നുമില്ല, എനിക്ക് ആത്മീയ ഗുരു ഒന്നുമില്ല.
എനിക്ക് സ്പിരിച്വൽ ഫാദർ ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ ആത്മീയ ഗുരു. ഇന്ന് ഈ സഭയിൽ എന്തിനാണ് ഇത് ദൈവം ആഗ്രഹിക്കുന്ന അറിയോ പറയാൻ? ഇന്ന് ഈ സഭയിലും യേശുക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് എന്തിനാണ് യേശുക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കാത്തത്? നിങ്ങളുടെ ആത്മീയ ഗുരുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മീയ ഗുരുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മീയ ഗുരുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ തിരിച്ചറിയും. നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ നിങ്ങളുടെ എതിരിരിക്കുന്ന, നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങൾ തിരിച്ചറിയും. അവർക്ക് നിങ്ങൾക്ക് തിരിച്ച് സുവിശേഷം യേശുക്രിസ്തു നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ബൈബിള് മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾക്ക് സുവിശേഷം കൊടുക്കാൻ പറ്റില്ല. വചനം മാത്രം കേൾപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് സുവിശേഷം കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫ്, നിങ്ങളുടെ അനുഭവം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. നിങ്ങളെ മറ്റുള്ളവർ കാണണം, നിങ്ങൾ ആരാണ് എന്താണ്. അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ആ സുവിശേഷം പറഞ്ഞ ആ വാക്ക് പകർന്നുകൊണ്ട് 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 അനേക മക്കളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാം. ഇത് തിരിച്ചറിയണം നിങ്ങൾ. ഇത് വലിയൊരു സീക്രട്ട് ആണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ സീക്രട്ട് മറന്നു പോകാന്, അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയണ്ട, അല്ലെങ്കിൽ ഞാൻ ഇത് അറിഞ്ഞിരിക്കേണ്ടി പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ദിസ് ഈസ് ദ ഇമ്പോർട്ടന്റ് വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ യേശുക്രിസ്തുവിനെ തിരിച്ചറിയണം. അതെങ്ങനെയാ തിരിച്ചറിയുന്നത്? നമ്മളുടെ സ്വഭാവത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എന്റെ സ്വഭാവത്തിലാണ് ഞാൻ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടല്ല, മാത്രമല്ല എന്റെ സ്വഭാവത്തിലാണ് ഞാൻ യേശുക്രിസ്തുവിന് കൊടുക്കുന്നത്. നിങ്ങൾ പലപ്പോഴും പല ആൾക്കാരുടെ ഒന്ന് ലുക്ക് അറ്റ് യുവർ സെൽഫ് ആൻഡ് ആസ്ക് വെദർ ഐ ആം ഹിയർ ടു ഗിവ് ദ ഗുഡ് ന്യൂസ് ടു അതർ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾക്ക് ആരൊക്കെയും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? എന്റെ ജീവിത രീതിയിൽ, എന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ, എന്റെ അനുഭവത്തിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? വെരി ഡിഫിക്കൽട്ട്. ഇപ്പൊ ജോസേട്ടൻ എത്രയോ വർഷങ്ങളായിട്ട് സുവിശേഷത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ഈസിയാ? ഒരു ഈസി ഇല്ല. നോ ഈസി. ഇത് എളുപ്പമല്ല. ഞാൻ 25 കൊല്ലമായി സുവിശേഷ വേലയിൽ. ഇറ്റ് ഈസ് നോട്ട് ഈസി ജേർണി. അത് ഈസി ഒരിക്കലും അല്ല. ചില ആൾക്കാർ വിചാരിക്കും, പറയും നിങ്ങളുടെ ജോലി എന്താ? അപ്പൊ ഞാൻ പറയും ഞാൻ സുവിശേഷകാരൻ. അയ്യോ സുവിശേഷകാരൻ എന്തിട്ടാ പറയുക? ഒരു എഞ്ചിനീയർ ആവാൻ, ഡോക്ടർ ആവാൻ, പൈലറ്റ് ആവാൻ, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് മാൻ ആവാൻ നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ സാധിക്കും. പക്ഷെ ഒരു സുവിശേഷകനാവാൻ നമ്മൾ വിചാരിച്ചാലും സാധിക്കില്ല. നമ്മൾ വിചാരിച്ചാലും സാധിച്ചില്ല. ഒന്ന് മനസ്സുകൊണ്ട് ആത്മാവിൽ ചോദിച്ചു നോക്കിക്കേ. എത്ര പേര് ഇന്ന് ദൈവത്തിനെ ആരാധിക്കാൻ തോന്നിപ്പിക്കും? ഇന്ന് ഞാൻ ദൈവത്തിനെ സ്തുതിക്കണം, ഇന്ന് ഞാൻ ദൈവത്തിനെ ഇന്ന് ആരാധന നടത്തണം, എന്റെ കുടുംബത്തിൽ ആരാധന നടക്കണം, ഇന്ന് ഞാൻ 10 പേർക്ക് സുവിശേഷം പറയണം. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് ഇല്ല? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഈ ലോകത്തിൽ ഏറ്റവും 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 ഡിഫിക്കൽട്ടായ ജോലിയാണ് സുവിശേഷം. ഏറ്റവും ഡിഫിക്കൽട്ട്. എന്റെ 25 കൊല്ലത്തിൽ ഞാൻ പറയാണ്, ഏറ്റവും ഡിഫിക്കൽട്ടായ കാര്യമാണ് സുവിശേഷം. ബിക്കോസ് യു ഹാവ് ടു ബി. നിങ്ങൾ അത് തന്നെ ആയി മാറണം. ഇന്ന് കേൾക്കുന്ന എല്ലാ ചെവികൾ വിടുതല പ്രാപിച്ചിരിക്കണം, ആത്മാവ് വിടുതല പ്രാപിച്ചിരിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഓരോ വാക്കുകൾ എന്റെ അല്ല, ഇത് എന്റെ കർത്താവായ ദൈവം എനിക്ക് തരുന്ന വാക്കുകളാണ്. ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ദൈവമേ ഞാൻ ഇത് സംസാരിക്കുന്നത് എന്താണ് ചോദിച്ചിട്ട് ദൈവത്തിനോട് ചോദിച്ച് ദൈവം തരുന്ന ഉത്തരമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ബോംബെയിലായിരുന്നു. അവിടെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചപ്പോ ഇതേ ടോപ്പിക് ദൈവം എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇതേ ടോപ്പിക് നീ കേരളത്തിൽ പോകുമ്പോ ആ സഭയുടെ ഉള്ളിൽ നീ സംസാരിച്ചിരിക്കണം.
This is the word of God. ഇതാണ് സുവിശേഷം. യേശു ക്രിസ്തുവിനെ നമ്മൾ കൊടുക്കണം. ഇതിവിടെ കേൾക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ തീ വരുന്നില്ലേ? The fire is on. The fire is on. അതെന്താണ്? ആ സുവിശേഷം തിരിച്ചറിയുമ്പോ, ആ ദൗത്യം തിരിച്ചറിയുമ്പോ, ആ ദൈവത്തിന്റെ വേല തിരിച്ചറിയുമ്പോ നമ്മളെ ജീവിതത്തിൽ ഒരു ഫയർ കത്തും. വെളുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ തീയില്ല. തീ എങ്ങനെ കത്തിക്കുക? This is the way you have to burn. You have to light it. You have to be fire. ഇതാണ് സുവിശേഷം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ആത്മീയ ഗുരു. പിന്നെ ഈ ആത്മീയ ഗുരു പറഞ്ഞ വ്യക്തി ഭയങ്കര മഹാൻ വ്യക്തി ഒന്നല്ല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പെർഫെക്ഷനിൽ ജീവിക്കുന്ന ആളൊന്നല്ല. ഇത് എന്തിനാ പറയാൻ അറിയോ? നിങ്ങളിൽ പല ആൾക്കാർ വിശ്വാസത്തിൽ കടന്നു വരുമ്പോ ഒരു ആത്മീയ വ്യക്തിനെ ഒരു 100% ആയിട്ട് കാണാൻ നോക്കും. ഞാൻ ഒരാളെ വെച്ച് പറയുന്നല്ല, എന്റെ കാര്യം ഞാൻ പറയാം. We are not 100%. We struggle for the 100%, but we are not for 100%. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ? ഞങ്ങൾ സുവിശേഷം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോ നിങ്ങൾ ഞങ്ങളിൽ ഒരു ഭയങ്കര 101% ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാരണം, ഞങ്ങൾ ഈ ഭൂമിയിലത്തെ ചില ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ആ 101% കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? ഹേ, ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ ചേട്ടൻ ജോസേട്ടനായിരിക്കാം, ആ വ്യക്തി ആയിരിക്കാം, ഈ വ്യക്തി ആയിരിക്കാം, ഈ ബ്രദർ ആയിരിക്കാം, ജോസി ബ്രദർ ആയിരിക്കാം, ആരായിക്കോട്ടെ, അവരുടെ ഉള്ളിൽ എത്രയോ കുറവുകളുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തിനാണ് അവരെ വിശ്വസിക്കേണ്ടത്? ഞങ്ങൾ എന്തിനാ അവരെ വാക്ക് പാലിക്കേണ്ടത്? ഇങ്ങനെ പല ചിന്തകൾ നമ്മൾ കടന്നു വരാം. പക്ഷേ നിങ്ങൾ വചനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഫ്രോം ദി ജെനസിസ്, ബുക്ക് ഓഫ് ജെനസിസ് ടു റെവലേഷൻ, എത്ര പ്രോഫിറ്റ് ഉണ്ടായി, എത്ര അപ്പോസ്തലന്മാരുണ്ടായി, എത്ര ദൈവവേല ചെയ്യുന്ന വ്യക്തികളുണ്ടായി. അവരുടെ ഉള്ളിലൊക്കെ ബലഹീനത ഉണ്ടായി, കുറവുകൾ ഉണ്ടായി, വീക്ക്നെസ് ഉണ്ടായി. എന്നാലും അവര് ദൈവത്തിന് വേണ്ടി വേല ചെയ്തു. അവര് ദൈവത്തിന് കൊടുത്തു അനേക മക്കൾക്ക്. പക്ഷെ ഇന്നും നമ്മളെ പോലെ ചില സഭകളുടെ ഉള്ളിൽ നമ്മൾ ഈ കുറവുകൾ നോക്കി കല്ലെറിയാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്ലെറിയിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയത നഷ്ടപ്പെടുത്തുന്നത്. ഇത് തിരിച്ചറിയാൻ നമ്മളെല്ലാവരും, ഇത് തിരിച്ചറിയാൻ വേണ്ടി വചനമുണ്ട്. എന്റെ വചനമായി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വചനം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 14 അധ്യായം 10 മുതൽ 12 വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യം, അന്നത്തെ ആ പഴയ നിയമത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 14 അധ്യായം 10 മുതൽ 12 വാക്യം. ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്നു മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. ഇന്ന് പല വിശ്വാസികൾ ഈ ചിന്തയിൽ നടക്കുന്ന വിശ്വാസിയാണ്. വെറുതെ എന്നെ കൂട്ടി ഈ സഭയിലേക്ക് കൊണ്ടുവന്നു, ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അത് നല്ല, ഞാൻ കത്തോലിക്കലായിരിക്കുമ്പോ എത്ര സുഖമായിരുന്നു. ഒരു വചനം അനുസരിക്കണ്ട, ഒരു വചനം കേൾക്കും വേണ്ട, കുറെ പെരുന്നാളും ആഘോഷമാക്കിയിട്ട് എത്ര സുഖമായി പോർക്കും പന്നിയും ആട്ടും പോത്തും അടിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. ഇത് ആരാണ് എന്നെ കൊണ്ടുവന്ന? ഈ ജോസേട്ടന്റെ വല്ല പരിപാടി ഒന്നും ഇല്ലേ?
അല്ലെങ്കിൽ ജോഷി ബ്രദറിന് വല്ല പരിപാടിയൊന്നും ഇല്ലേ? ഇത് ഇന്ന് ചോദിച്ചതല്ല, അന്നും ചോദിച്ച കാര്യങ്ങളാണ്. ഞങ്ങൾ ഇതിനേലും ഭേദം ആ അടിമപ്പണി ചെയ്യായിരുന്നു. എനിക്ക് ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ മരിക്കാനാണോ ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്? ഒരു കാര്യം, അനേക അത്ഭുതം അടയാളം കണ്ടിട്ടും ജീവിതത്തിൽ പല അനുഭവങ്ങൾ കടന്നു വന്നിട്ടും കുറ്റപ്പെടുത്തൽ മാത്രം ദൈവ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ, അന്നും മോശെ ഇത്ര മാത്രം അത്ഭുതം അടയാളം പ്രവർത്തിച്ചിട്ടും അവര് മോശനെ കുറ്റപ്പെടുത്താനാണ് അവർ നിന്നേക്കുന്നത്. ഇതെന്താണ് മാനസികത? ഇതിന്റെ സൈക്കോളജി എന്താണ്? ഇതിന്റെ സൈക്കോളജി ഒന്നും മാത്രമല്ല, നമ്മൾ സ്വാർത്ഥതയാണ്. നമ്മുടെ ഉള്ളിൽ സെൽഫിഷ്നെസ് ആണ്, നമ്മൾ സ്വാർത്ഥമാണ്. എന്ന് ഈ സ്വാർത്ഥത നമ്മളെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നു, അന്ന് നമുക്ക് ആത്മീയത നമ്മളിൽ വളർന്നു വരും. നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും സുവിശേഷം പറയാൻ ആ റോട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നിൽക്കോ? നോബഡി. നിൽക്കോ? നിൽക്കണം. പ്രസംഗിക്കാൻ മാത്രല്ല, നമ്മൾ യേശുവിനെ നമ്മളെ ഡെലിവർ ചെയ്യണം, നമ്മൾ കൊടുക്കണം യേശുവിനെ. ഇന്ന് അനേക പേര് കുറ്റപ്പറച്ചിൽ മാത്രമല്ലോ, കല്ലേറിയ മാത്രമല്ലോ. അയ്യോ, അന്ന് യേശുവിനെ കല്ലെറിഞ്ഞു, അവര് എത്ര പാപികളാണ്. ചില വിശ്വാസികൾ പറയും, അയ്യോ എത്ര പാപികളാണ് അവർ കുരിശിൽ യേശുവിനെ തർപ്പിച്ചത്, എത്ര വേദനയാണ് യേശുവിന് കൊടുത്തത്, അയ്യോ എത്ര പാപികളാണ്. എന്റെ സഹോദര സഹോദരി, നിങ്ങളൊക്കെ ഇതേ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇന്നും ഒരാളിനെ, സുവിശേഷകനെ കല്ലെറിയുമ്പോ, ഇന്നും ഒരാളിനെ കുറ്റപ്പെടുത്തുമ്പോ, നിങ്ങൾ യേശുവിനെയാണ് കുറ്റപ്പെടുത്തുന്നത്, യേശുവിനെയാണ് കുരിശിൽ തറയ്ക്കുന്നത്. ഇത് തിരിച്ചറിയണം നമ്മള്. ഇനി എന്റെ ഉള്ളിൽ കുറെ കുറവുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ എന്റെ ഉള്ളിൽ ആ കുറെ കുറവുകളുടെ ഉള്ളിൽ ആ കർത്താവായ യേശുവിന്റെ പൂർണ്ണത എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഒരു 15 കൊല്ലം മുമ്പ് ബോംബെയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അനേക നേപ്പാൾ ബോർഡറിന്, പഞ്ചാബിന്ന്, ഇവിടെ നിന്നൊക്കെ ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ വന്നപ്പോ അവിടെ ആൾക്കാർ, ജനങ്ങൾ കൂടി അത്ഭുതമടയാളം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് അന്യജാതികൾ, RSS, BJP, ബജ്രംഗ് ദൾ, അങ്ങനെ MNS എല്ലാ 5 പാർട്ടികളുടെ സേനകളായിട്ട് അവിടെ ആക്രമിച്ചപ്പോ എല്ലാവരും അടിച്ചു കൊണ്ടുപോയി. എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നെ അവിടെ ഒരു 24 മണിക്കൂർ എന്നെ ഉള്ളിലിട്ടു. ആ ഇടുന്ന സമയത്ത് ചില പാസ്റ്റർമാരും, ചില വൈദ്യന്മാരും, ചില അച്ഛന്മാരും ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അവന് വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ല അവൻ ഇതൊക്കെ സംഭവിച്ചേക്കണേ. ഞാൻ വേണ്ടാത്ത പണിയല്ല, എന്റെ ക്രിസ്തുവിനെയാണ് ഞാൻ കൊടുത്തത്. വേണ്ടാത്ത പണി തോന്നുന്ന ആൾക്കാർക്ക് യേശുവിനെ കൊടുത്തിട്ടില്ല അവര്. നിങ്ങൾക്കും ചിലപ്പോ തോന്നും, അയ്യോ ആ പാസ്റ്ററിനെ അടിച്ചു, ഇവരെ അടിച്ചു, അത് വേണ്ടാത്ത പണിയാണ്. അവനെ വീട്ടിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചൂടെ? അങ്ങനെയാണോ? അതല്ല സുവിശേഷം. സുവിശേഷം വേണ്ടി, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഞാൻ തന്നെ എന്നെ തന്നെ ഇല്ലാണ്ടാക്കാണ് ഞാൻ ക്രിസ്തു ജീവിതത്തിൽ വളർന്നു വരാനുള്ള ആത്മീയത. ചിലപ്പോ അടി കിട്ടും, ചിലപ്പോ കൊന്നുകളയും, ഇതെല്ലാം സംഭവിക്കും. ഇത് നമ്മുടെ സഭയിൽ എത്ര തവണ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നിന്നെ ലോകം ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല, നിന്നെ ദ്വേഷിക്കും. യോഹന്നാൻ 15 വാക്യം പറയുന്നു, നീ ലോകത്തിന്റെ ആണെങ്കിൽ ലോകം നിന്നെ സ്നേഹിച്ചേനെ, നീ ലോകത്തിന്റെ അല്ലാത്ത കാരണം ലോകം നിന്നെ ദ്വേഷിക്കുന്നു. The people hates you because you are not of this world. If you have been in this world, you have been received by these people, but you are not from this world. എത്ര തവണ കേട്ടിട്ടുണ്ട് ഈ വചനം? ജോസേട്ടൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്?
ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഈ ലോകത്തിലല്ല ആയിട്ട് ജീവിക്കാൻ കരുതുന്നത്. നമ്മൾ ഈ ലോകത്തിന്റെ അല്ല. നമ്മൾ ഈ ലോകത്തിൽ വന്നേക്കുന്ന ഒരു സർക്കസ് പോലെയാണ്. ഒരു സർക്കസ് എങ്ങനെയാ? ടെന്റ് ഇടണു, ഒരു 10 ദിവസം സർക്കസ് ഒക്കെ കാണിക്കുന്നു, ആ സർക്കസ് അവിടുന്ന് ടെന്റ് എടുത്തിട്ട് പോകണം. നമ്മളെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും പല 50, 60, 70, 80 വയസ്സ് ജീവിക്കുന്നില്ലെങ്കിലും ഒരു ടെന്റാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് കൊടുക്കുക. ഇനി ദൈവവചനം പറയുന്നു എങ്ങനെയാണ് ദൈവദാസനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ടേ? അപ്പൊ ചിലർ പറയും, ഞാൻ പണം കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ ആഴ്ച കാശ് കൊടുക്കുന്നുണ്ട്, ഞാൻ ചെക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തോ മാത്രം കാര്യമില്ല. ദൈവവചനം പറയുന്നു, പുറപ്പാട് പുസ്തകം 17-ാം വചനം 10 മുതൽ 14 വാക്യം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 10 മുതൽ 14 വാക്യം. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കിനുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ലു നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതിന്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ചു കേൾപ്പിക്കുക. ആകാശത്തിന് കീഴിൽ നിന്ന് അമാലേക്കിന്റെ സ്മരണ ഞാൻ നിശേഷം മായ്ച്ചു കളയും. ആമേൻ. എന്ത് സംഭവിച്ചു അവിടെ? ബൈബിളൊക്കെ വായിക്കുന്നില്ലേ? വചനം കുറെ കേൾക്കുന്നില്ലേ? പക്ഷെ ഈ വചനം കുറച്ച് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാ? മോശ കൈ ഉയർത്തി നിൽക്കുമ്പോ, ആ വടി പിടിച്ച് കൈ ഉയർത്തി നിൽക്കുമ്പോ ശത്രു യുദ്ധം തോറ്റുകൊണ്ടിരുന്നു. പക്ഷെ മോശ എത്ര നേരം കൈ ഉയർത്തി പിടിക്കും? മോശ ഒരു ശരീരം, ഒരു മനുഷ്യ ശരീരമാണ്. മോശ എത്ര ആത്മീയ വ്യക്തി ആയാലും, ദൈവമായി കമ്മ്യൂണിക്കേഷൻ ഇടുന്ന വ്യക്തി ആയാലും, മോശയ്ക്ക് ഒരു ബലീനത, ഒരു ശരീരമുണ്ട്, വീക്ക്നെസ് ഉണ്ട്. അതാണ് ശരീരം. ആ ശരീരം ക്ഷീണിതയായപ്പോ ആ കൈ തന്നെത്താനെ താഴ്ത്തിക്ക് വരാൻ തുടങ്ങി. കുറെ നേരം നിന്നു കഴിഞ്ഞപ്പോ ആ ദിക്കനെ ആ താല് വേനെടുക്കാൻ തുടങ്ങി. അപ്പോ കൂടില്ല ആ കലീഗ്സ്, ചെറിയദാസന്മാര് ആ മോശനെ കണ്ടിട്ട്, മോശയുടെ അവസ്ഥ കണ്ടിട്ട് ഒരു വലിയൊരു കല്ല് കൊണ്ടുവന്ന് വെച്ചിരിക്കാൻ കൈ ഉയർത്തി പിടിച്ചു. ഒരാൾ ഇവിടേക്ക് പിടിച്ചു, റൈറ്റും പിടിച്ചു, ഒരാൾ ലെഫ്റ്റ് പിടിച്ചിരുന്നു. കൈ എപ്പോ വരെ ഉയർന്നു അതുവരെ യുദ്ധം ജയിച്ചോണ്ടിരുന്നു. ഇന്ന് നമ്മുടെ പാസ്റ്റർമാരുടെയും ബ്രദർമാരുടെ കാല് വലിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. കല്ലുകൊണ്ടെന്നല്ല വെക്കുന്നത്, കാല വലിക്കുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമോ? നിങ്ങൾ തോറ്റുപോകും. അപ്പൊ നിങ്ങൾ പറയും, എന്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു പാപം ചെയ്തിട്ടില്ല, ഞാൻ ഒരാൾക്ക് ദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, പെണ്ണു കുടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്റെ ജീവിതത്തിൽ എന്താണ് ഇതെങ്ങനെ സംഭവിക്കുന്നത്? എന്റെ സഹോദര സഹോദരി, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്ങനെ? ഈ കാല് വലിക്കില്ല പരിപാടി. സമയമില്ല, കുറച്ച് സമയമുള്ളൂ. പക്ഷെ പറയുന്ന കാര്യം വേഗം പറഞ്ഞു തീർക്കാം. മനസ്സിലായ? ചില പേർക്ക് കുറെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇവിടെ, ഇല്ലേ? ഹീബ്രു 13-ാം അധ്യായം, എബ്രായർ 13-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ.
അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞാണോ? ഇത് ഞാൻ പറഞ്ഞാണോ? അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരു നിങ്ങളുടെ ആത്മീക പിതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോ, നിങ്ങൾക്ക് വേണ്ടി സുവിശേഷം പറയുമ്പോ, നിങ്ങൾക്ക് യേശുവിനെ തരുമ്പോ ആ ദാസൻ സന്തോഷപൂർവം ഇവിടെ നിന്ന് സുവിശേഷം പറയണം. എന്നാലാ നിങ്ങൾ അനുഗ്രഹീതനായി മാറല്ലോ. അല്ലാത്ത രൂപത്തിൽ വെറുതെ you come here and go out as it is. ഒരു കാര്യമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കടന്നു വരില്ല. ഇന്ന് ഈ സഭയുടെ ഉയർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സഭയുടെ ഉയർച്ച എങ്ങനെയാ? വലിയ ബിൽഡിംഗ് കെട്ടാ, വലിയ കാര്യങ്ങൾ ചെയ്യാ, അതല്ല. ദൈവ മക്കളെ ഈ സഭയിലേക്ക് കൊണ്ടുവരാ. ഇപ്പൊ അവിടെ കാറൊക്കെ നിൽക്കണില്ലേ? ആ കാറിന്റെ അവിടേക്ക് അപ്പുറത്തേക്ക് പോകണം. അവിടെ ഒരു ഭൂമി ഇരിക്കുന്നില്ലേ? ആ ഭൂമിയിലേക്ക് കടന്നു ചെല്ലണം വിശ്വാസികള്. ഇത് നിങ്ങളും, ഇത് ഞങ്ങൾ മാത്രല്ല, നിങ്ങളും ചെയ്യണം. എഫോസ്യസ് 6:5-8 വാക്യം ഒന്ന് വായിക്കും. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവിൻ. മനുഷ്യനു വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. മനസ്സിലായോ? ഒരു പടത്തില് ഇപ്പൊ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ചില യൂട്യൂബിലൊക്കെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ആ വിനായകൻ ഒരു ഡയലോഗ് അടിക്കും, മനസ്സിലായോ? മനസ്സിലായോ? ഇത് മനസ്സിലാവണം. മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യമില്ല ഇവിടെ വന്നിരിക്കുന്നതില്. ഈ തലയില് സ്കാഫോ ഇതോ ഇട്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെ കൈ പൂപ്പിട്ട് കാര്യമില്ല. ബൈബിൾ കയ്യിൽ പിടിച്ചോണ്ട് കാര്യമില്ല. കാര്യണ്ടാ? യോഹന്നാൻ 13:20 വാക്യം ഒന്ന് വായിച്ചോട്ടെ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായ? വീണ്ടും ചോദിച്ചു, മനസ്സിലായ? നിങ്ങളുടെ ജീവിതത്തില് ആത്മീയ ഗുരു ആരാണ് നിങ്ങൾക്ക് തിരിച്ചറിയാനാണ് ദൈവം ഇത് പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഗുരു ഇല്ലെങ്കിൽ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? അത് നിങ്ങൾക്ക് തിരിച്ചറിയാനാണ് നിങ്ങളെ ദൈവം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. ഇനി നിങ്ങളുടെ രണ്ടും നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എങ്ങനെയാണ് ആത്മീയ ഗുരുവിന്റെ മുന്നിൽ നിൽക്കേണ്ടത്? അതും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി കുറെ കാര്യം പറയാനുണ്ട്, പക്ഷെ എനിക്ക് അരമണിക്കൂറുള്ളൂ. ആ അരമണിക്കൂറിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. എനിക്ക് കുറെ കാര്യങ്ങൾ ഇനിയുണ്ട്, പക്ഷെ ഇത് സമയമില്ല. പക്ഷെ ഇത്ര കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. എന്നാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച ഉണ്ടായിരിക്കല്ലോ. കർത്താവ് പറയുന്നു, ആരെങ്കിലും എന്റെ ദാസനായ കാരണം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്ര വലുതായിരിക്കും. ഈ ഒരു മനോഭാവന നമ്മുടെ ഉള്ളിലൊക്കെ കടന്നു വരണം. എന്നാലാണ് നമുക്ക് ആത്മീയ ജീവിതത്തിൽ മാറ്റം വരാൻ സാധിക്കല്ലോ. നമ്മൾ ആത്മീയ ഗുരുവിന് സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കണം. ഇന്ന് ആരെങ്കിലും ആത്മീയ ഗുരുവിന് സ്ഥാനം കൊടുക്കാത്ത അവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ ആ അവസ്ഥകളിൽ നിന്ന് തിരിച്ചു വന്ന് ആത്മീയ ഗുരുവിന് സ്ഥാനം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് കൊടുത്തിരിക്കണം. ഇനി ആരാണ് ആത്മീയ ഗുരു? ഞാൻ പറഞ്ഞു തന്നു.
യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് കൊടുത്ത ആള്, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ പകർന്നു തന്ന ആളാണ് ആത്മീയ ഗുരു. അവിടെ കുറെ വചനം കേട്ടു, ഇവിടെ കുറെ വചനം കേട്ടു, ഇവിടെ കുറെ വചനം കേട്ടു, അവരല്ല ആത്മീയ ഗുരു. ദൈവത്തിന്, കർത്താവിനെ നിങ്ങളിലേക്ക് തന്ന, ആത്മാവിനെ നിക്ഷേപിച്ച, നിങ്ങൾക്ക് തന്ന ആ പരിശുദ്ധാത്മാവിന്, ആ വ്യക്തിയാണ് നിങ്ങളുടെ ആത്മീയ ഗുരു. ക്ലിയറായ? ഇനി പല കാര്യങ്ങളുണ്ട്. കർത്താവായ ദൈവം ആത്മീയ വ്യക്തിക്ക് കൊടുത്ത അധികാരത്തിനെ പറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും. അയ്യോ, ഞങ്ങൾ ഇത്ര കാലം എന്തിട്ടാ ചെയ്തു കൂട്ടിയത്, ഇല്ലേ? ഞാൻ 42 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. 42 വയസ്സ് വരെ ദൈവത്തിന് വേണ്ടി വേല ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ചെയ്യുന്നു. പക്ഷെ 42 വയസ്സിലെ ഒരു സാഹചര്യത്തിൽ ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നു. കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കില്ല പറഞ്ഞിരുന്ന ആളാണ്, പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു. കഴിച്ചപ്പോ എന്റെ കൂടെ ഇരിക്കുന്ന വിശ്വാസികള് പറഞ്ഞു, എന്താ ബ്രദറിന്, പാസ്റ്ററിന് ഇപ്പൊ എന്താ 42 വയസ്സിൽ കല്യാണം കഴിക്കാൻ തോന്നിയത്? അങ്ങനെ ആ വിശ്വാസികളൊക്കെ, അതിൽ തന്നെ പകുതി പേര് ആ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി. അപ്പൊ ഇത്രേ കൊല്ലം ഞാൻ അവർക്ക് വേണ്ടി എന്റെ ജീവിതം സമർപ്പിച്ചതും, എന്റെ ശക്തിയും, എന്റെ ബലം, എന്റെ ബുദ്ധി എല്ലാം കൊടുത്തതെല്ലാം പോയി. ഇതേ ദുഃഖം നിങ്ങളുടെ വിളിക്കുന്ന ഈ ദൈവദാസനുണ്ട്, ഈ ദാസനുണ്ട്. ഭാരപ്പെട്ട് സന്തോഷത്തിലാണോ പ്രവർത്തിക്കുന്നത്? അല്ല, സന്തോഷത്തിലല്ല. ഒരിക്കലും അങ്ങനെ ആവരുത്. അത് നിങ്ങളുടെ നന്മയ്ക്കാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്കാണ്, നിങ്ങളുടെ മഹത്വത്തിനും നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ മാറ്റത്തിന് വേണ്ടിയാണ് ദൈവം ഒരു ദാസനെ നിങ്ങളെ ഈ ഭൂമിയിൽ ഒരു ദാസനില്ലാണ്ട്, ഒരു വിശ്വാസികൾക്ക് ഒരു ദാസനില്ലാണ്ട് വിശ്വാസത്തിൽ കടന്നു വരാൻ സാധിക്കില്ല. ഞാനും നിങ്ങളൊക്കെ വിശ്വാസത്തിൽ എങ്ങനെയാ വന്നേ? ഏതെങ്കിലും ഒരു വ്യക്തി മുഖാന്തരമല്ലേ നമ്മൾ വിശ്വാസത്തിൽ വന്നത്. ആ വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസം വരാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അതേപോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം ഓരോ വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നു. ആ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. അത്ഭുതം, അടയാളം കാണുന്നു, അനുഭവം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വാസം സ്വീകരിക്കുന്നു. ഈ കേട്ട വചനങ്ങളെല്ലാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.